സ്വർഗരോഹിണി കീഴടക്കിയാൽ മനുഷ്യന് ഉടലോടെ തന്നെ സ്വർഗത്തിലെത്താൻ കഴിയുമെന്നാണ്. നമസ്കാരം. സജീവത്തിന്റെ ഇന്നത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ട്രെക്കിംഗ്, സ്റ്റേ വേ ടു ഹെവൻ, സ്വർഗത്തിലേക്കുള്ള പടവുകൾ. ഭാരതത്തിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ ഗർവാൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതനിരയാണ് സ്വർഗരോഹിണി. ഗംഗോത്രി കൊടുമുടികളുടെ കൂട്ടത്തിലെ 4 കൊടുമുടികളിൽ ഒന്നാണിത്. പല ഐതിഹ്യങ്ങളും ഈ കൊടുമുടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഐതിഹ്യം പറയുന്നത് സ്വർഗരോഹിണി കീഴടക്കിയാൽ മനുഷ്യന് ഉടലോടെ തന്നെ സ്വർഗത്തിലെത്താൻ കഴിയുമെന്നാണ്. ഐതിഹ്യങ്ങളനുസരിച്ച് മഹാഭാരത കഥാപാത്രങ്ങളായ പാണ്ഡവരും ദ്രൗപദിയും ഒരു നായയും സ്വർഗത്തിലേക്കുള്ള യാത്രാമധ്യേ ഈ സ്വർഗാരോഹിണി പർവ്വതത്തിൽ കയറി കൊടുമുടി കയറാൻ ശ്രമിച്ചു. എന്നാൽ യുധിഷ്ഠിരനും അവരുടെ വളർത്തുനായ്ക്കും മാത്രമേ കൊടുമുടി കയറാൻ കഴിഞ്ഞുള്ളൂ. പാപം ചെയ്യാത്തവർക്ക് മാത്രമേ സ്വർഗരോഹിണി കൊടുമുടി കീഴടക്കാൻ കഴിയൂ എന്നാണ് പറയപ്പെടുന്നത്. സ്വർഗാരോഹിണി മല കയറാൻ പലരും പല തവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കണക്കുകൾ പ്രകാരം 2 സംഘങ്ങൾ മാത്രമാണ് ഇതുവരെ സ്വർഗരോഹിണി കീഴടക്കിയിരിക്കുന്നത്. 2015 ജൂണിൽ കൊൽക്കത്തയിൽ നിന്നുള്ള ഓർഡിനൻസ് ഫാക്ടറീസ് മൗണ്ടനിയറിംഗ് ആൻഡ് ട്രെക്കിംഗ് റൈഫിൾ ഫാക്ടറി ഇഷാപോറിൽ നിന്നുള്ള സംഘം പ്രതികൂല കാലാവസ്ഥയെയും പർവ്വത സവിശേഷതകളെയും വെല്ലുവിളിച്ച് കൊടുമുടിയിലെത്തി. അതിനു മുമ്പ് 90 മെയ്യിലാണ് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗിലെ ഇൻസ്ട്രക്ടർമാർ കൊടുമുടി കീഴടക്കിയത്. ട്രെക്കിംഗ് ചിലരെ സംബന്ധിച്ചിടത്തോളം ദുർഘടമായ ഭൂപ്രദേശങ്ങളിലും കൊടുമുടികളിലും കയറ്റം കയറുന്നതും നീണ്ട ദിവസങ്ങൾ ചെലവഴിക്കുന്നതും സ്വയം റീചാർജ് ചെയ്യാനുള്ളൊരു മാർഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവധിക്കാലം കടൽ തീരത്തെ സ്വർണ്ണമണലിലൂടെ നടക്കുകയല്ല, മറിച്ച് അതൊരു പർവ്വതത്തിലെ സാഹസികമായ കയറ്റത്തിലേക്ക് പുറപ്പെടുകയാണ്. ഈ സാഹസിക കായിക വിനോദത്തെ നമ്മൾ ട്രെക്കിംഗ് എന്ന് വിളിക്കുന്നു. ട്രെക്കിങ്ങിനെ സാഹസിക പദയാത്ര എന്ന് പറയാം മലയാളത്തിൽ. ആവേശത്തോടെ കുന്നുകൾ മലകൾ കയറി പ്രകൃതിയോട് മല്ലിട്ട് ഉയരങ്ങളിലെത്തി പ്രകൃതിയോട് ഒത്തുചേരാനുള്ള മനുഷ്യന്റെ അഭിനിവേശമായിരിക്കണം ഇന്ന് നാം കാണുന്ന സാഹസിക കായിക വിനോദങ്ങളിൽ ഒന്നായ ട്രെക്കിംഗ്. ഒരു നീണ്ട കാൽനട യാത്ര. ട്രെക്കിങ്ങിനെ നമുക്ക് ദിവസങ്ങളോളം ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാമഗ്രികൾ ഒരു യാത്രസഞ്ചിയിലാക്കി വിവിധതരം ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ദീർഘദൂര പദയാത്ര എന്ന് നിർവചിക്കാം. സന്ധ്യ മയങ്ങുന്നതോടെ കൂടാരങ്ങൾ കെട്ടി രാത്രി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തമ്പടിച്ചും പകൽ നേരം പദയാത്ര നടത്തിയും ട്രെക്കിംഗ് ഒരു അനുഭവമാക്കുന്നു പലരും. പൗരാണിക ഗ്രന്ഥങ്ങളിലൂടെയും ചരിത്ര പുസ്തകങ്ങളിലൂടെയും വായിച്ചറിഞ്ഞവ സ്വയം അനുഭവിച്ചറിയാനുള്ള ഒരു അവസരം. ഹൈക്കിംഗ് അഥവാ ലഘു പദയാത്രയിലൂടെ നമുക്ക് ട്രെക്കിങ്ങിനുള്ള പരിശീലനം നേടാം. ഹൈക്കിംഗ് പൊതുവെ ഹ്രസ്വദൂര പദയാത്രയാണ്. ഒരു ദിവസം പ്രകൃതിയുടെ കൂടെ ചേർന്ന് നടന്ന് സൂര്യാസ്തമനത്തോടെ തിരികെ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നു. ഇത് മനസ്സിനെ ഉല്ലസിപ്പിക്കുകയും ശരീരത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഹൈക്കിംഗ് പരിശീലിച്ചു കഴിഞ്ഞാൽ അടുത്ത പടി ട്രെക്കിംഗ് ആണ്. ചെറിയ ദൂരങ്ങൾ 1-2 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ട്രെക്കിംഗ് വേണം ആദ്യം ശ്രമിക്കാൻ. ദീർഘദൂരം നടക്കാൻ മാനസികമായും ശാരീരികമായും പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരങ്ങളും ഉയരങ്ങളും ലക്ഷ്യമാക്കാം. വളരെ
പ്രധാനമായ കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഒരു നല്ല ട്രക്കിംഗ് കമ്പനിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ധാരാളം അനുഭവ സമ്പത്തുള്ള ഒരു സംഘത്തെ തിരഞ്ഞെടുത്താൽ നമുക്കും ധാരാളം നല്ല അനുഭവങ്ങൾ സമ്പാദിക്കാം. വളരെയധികം കാര്യങ്ങൾ അറിയാനും പഠിക്കാനും സാധിക്കും. നമ്മുടെ സമീപത്തുള്ള ട്രക്കിംഗ് കമ്പനികളുടെ കൂടെയോ സുഹൃത്ത് സംഘങ്ങളുടെ കൂടെയോ യാത്ര നടത്തി പരിശീലനം നേടാവുന്നതാണ്. ആവശ്യകതകൾ. ഒരു നല്ല ആസ്വാദകരമായ ട്രക്കിങ്ങിന് അത്യാവശ്യം വേണ്ടത് ശാരീരിക ക്ഷമതയാണ്. ഒരു ദീർഘദൂര യാത്ര നടത്തുന്നതിന് മുമ്പ് നമ്മൾ ശാരീരികമായും മാനസികമായും പൂർണ്ണമായും തയ്യാറാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അതിനുശേഷം സുഗമമായ യാത്രയ്ക്ക് വേണ്ട സാമഗ്രികൾ തയ്യാറാക്കുക. ഇതൊരു ആവശ്യമാണ്, അലങ്കാരമല്ല. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പും ഈ അവശ്യ സാമഗ്രികളുടെ കാര്യത്തിൽ നടത്താതിരിക്കുക. മലകയറ്റം വളരെ കഠിനമാണ്. അത്യാവശ്യ സാധനങ്ങൾ കയ്യിലില്ലെങ്കിൽ വളരെയധികം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. യാത്ര ഒരു ദുസ്വപ്നമായി തീരും. ഷൂസ്, കയ്യുറകൾ, അത്യാവശ്യ സാധനങ്ങൾ വയ്ക്കാനുള്ള സഞ്ചി, മല കയറാനുള്ള ഉപകരണങ്ങൾ എന്നിവ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളിൽ ചിലതാകുന്നു. ഏറ്റവും പ്രധാനം ഇതൊക്കെ ഏറ്റി മല കയറാനുള്ള ശാരീരിക ക്ഷമതയാണ്. ട്രക്കിംഗ് സംഘത്തിലെ മറ്റാരെയും ആശ്രയിച്ചാകരുത് നമ്മുടെ യാത്ര. എന്തൊക്കെയാണ് വെല്ലുവിളികൾ? മറ്റേതൊരു സാഹസിക കായിക വിനോദത്തെയും പോലെ ട്രക്കിങ്ങിനും അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്. ആകസ്മികമായ കാലാവസ്ഥാ വ്യതിയാനം, ഉയരങ്ങൾ കയറുമ്പോഴുള്ള ശ്വാസോച്ഛ്വാസ തടസ്സം, സൂര്യതാപം കൊണ്ടുള്ള പൊള്ളൽ, ഡീഹൈഡ്രേഷൻ എന്നിവയൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന പ്രതിബന്ധങ്ങൾ. തെറ്റായ ചുവടുവെപ്പ്, വന്യമൃഗങ്ങൾ എന്നിവയും ചിലപ്പോൾ ട്രക്കിങ്ങിനെ ബാധിക്കാറുണ്ട്. ട്രക്കിംഗ് സംഘത്തിലെ നേതാവിന്റെ അനുശാസനകൾ ശരിയാവണ്ണം പാലിച്ചാൽ ഇവയിൽ പലതും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ട്രക്കിങ്ങിന് മുന്നോടിയായി വളരെ നല്ല തയ്യാറെടുപ്പ് എടുക്കേണ്ടതുണ്ട്. പോകുന്ന സ്ഥലം, അവിടുത്തെ അപ്പോഴത്തെ കാലാവസ്ഥ, ഭൂപ്രകൃതി, മുൻപേ പോയവരുടെ അനുഭവങ്ങൾ, അങ്ങനെ പലതും. നേരം പുലരുമ്പോൾ തുടങ്ങി സന്ധ്യയാകുമ്പോൾ തിരികെ ക്യാമ്പിലെത്തുന്നത് അത്യുത്തമമായി ട്രക്കിംഗ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്തിനാണ് ഈ മലകയറ്റം? ഇത്രയും കഷ്ടതകൾ സഹിച്ച് ദുഷ്കരമായ ഭൂപ്രദേശങ്ങൾ താണ്ടി കാലാവസ്ഥയെയും ശാരീരികാവസ്ഥയെയും വെല്ലുവിളിച്ച് ലോകമെമ്പാടുമുള്ള യാത്രക്കാർ എന്തിനെതിരെ തുനിയുന്നു? പലർക്കും പലതാണ് ഉത്തരങ്ങൾ, അനുഭവങ്ങൾ. എന്നാൽ എല്ലാവരും ഒരുപോലെ അനുകൂലിക്കുന്ന ഒരു ഉത്തരമുണ്ട്: പ്രകൃതിയുമായി ഒന്നുചേരാൻ കഴിയുന്നു. ബാഹ്യലോകത്തിൽ നിന്ന് മനസ്സിനെയും ശരീരത്തെയും അടർത്തി മാറ്റി അവനവനെ പ്രകൃതിയുമായി യോജിപ്പിക്കാൻ, പ്രകൃതിയുമായി ഒന്നായി ചേരാൻ സാധിക്കുന്നു. ഇതൊരു സ്വയം കണ്ടെത്തലാണ്. പുസ്തകങ്ങളിൽ നിന്നോ മാധ്യമങ്ങളിൽ നിന്നോ ലഭിക്കാത്ത ഒരു സവിശേഷ വിജ്ഞാനം. പലതരം ഭൂപ്രദേശങ്ങളും പ്രാദേശിക ജനതയും പൂക്കളും മൃഗങ്ങളും നൈസർഗികമായ പല അനുഭവങ്ങളും നമ്മളെ ഒരു വ്യത്യസ്ത രൂപത്തിൽ പ്രഭാവിക്കുന്നു. നമ്മളൊരു പുതിയ അനുഭവജ്ഞാനിയാകുന്നു. ഇതൊരു വെറും മലകയറ്റമോ യാത്രയോ ആയിരിക്കില്ല. വഴിയിലുടനീളം നമ്മൾ അനുഭവിച്ച, ആസ്വദിച്ച ഓരോ സംഭവവും നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കുന്നു, വിനയാന്വിതനാക്കുന്നു. നമ്മൾ ലോകത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണുന്നു, ഒരു പുതിയ സമീപനം സ്വീകരിക്കുന്നു. ട്രക്കിംഗ് ഒന്ന് പരീക്ഷിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ?